നമസ്കാരം. 1915, 2016 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു ജെറോം ബ്രൂണർ. അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള 2 കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിസ്കവറി അപ്രോച്ചസ് ആൻഡ് ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ്. ബ്രൂണേഴ്സിനെ കുറിച്ചിട്ട് 2 വാക്ക് സംസാരിക്കുകയാണെങ്കിൽ, അദ്ദേഹം കുട്ടികളിലുള്ള വിദ്യാഭ്യാസ രീതിയെ കുറിച്ച് പ്രധാനമായി വിശ്വസിച്ചിരുന്നത് കുട്ടികൾ സ്വന്തമായിട്ട് ആർജിക്കേണ്ട ഒരു കഴിവായിട്ടാണ്. കുട്ടികൾ പഠിക്കുമ്പോൾ പ്രധാനമായും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് സാധിക്കും എന്ന് ബ്രൂണർ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ഏകദേശം ബന്ധമുള്ള അല്ലെങ്കിൽ സാമ്യമുള്ള 2 വിഷയമാണ് ഡിസ്കവറി അപ്രോച്ചസ് ആൻഡ് ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുന്നത്. നമുക്ക് വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ആദ്യമായി തന്നെ ഡിസ്കവറി അപ്രോച്ചസ് എന്താണെന്ന് നോക്കാം. ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുന്നത് കുട്ടികൾ സ്വന്തമായി അല്ലെങ്കിൽ അവരവരുടെ എഫേർട്ട് എടുത്ത് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുന്നത്. അവര് ഇങ്ങനെ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെറിറ്റ്സ് ഉണ്ടെങ്കിലും ഡിമെറിറ്റ്സ് ഉണ്ടെങ്കിലും അതിൽ ഓരോരോ സ്റ്റെപ്പുകളായിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. പിന്നെ ഈ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ടീച്ചേഴ്സിന് പ്രധാന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും കുട്ടികൾ സ്വന്തമായിട്ട് തന്നെ പഠിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞിരുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ അപ്രോച്ചിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾ ഒറ്റയ്ക്ക് തന്നെ പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് എയ്ഡുകൾ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തെറ്റുകൾ പറ്റും, വീണ്ടും അത് കറക്റ്റ് ചെയ്യും. അങ്ങനെയാണ് അവർ സക്സസ്സിലേക്ക് അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഹൈലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റുഡൻറ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് എറേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പം എററുകൾ ഉണ്ടാവുമ്പം കുട്ടികൾ അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് സ്വന്തമായി ചിന്തിക്കാനും അത് പരിഹരിക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനും സ്വന്തമായി തുടങ്ങും. അപ്പോൾ അവർക്ക് നല്ല അതുമായി ബന്ധപ്പെട്ടിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഗ്രാഹ്യം ഉണ്ടായിരിക്കും. സാധാരണ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും, കുട്ടികൾ അത് പഠിക്കും എന്നുള്ളതാണ്. കുട്ടികൾക്ക് സ്വന്തമായിട്ട് ബുദ്ധി പറിക്കാനായിട്ട് ഒരവസരം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനും പറ്റും, അത് ലൈഫിൽ ഉപയോഗപ്പെടുത്താനും സാധിക്കും എന്നാണ് ബ്രൂണർ പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ഡിസ്കവറി അപ്രോച്ചസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ മുൻപേ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ബ്രൂണേഴ്സിന്റെ പ്രധാനമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ബ്രൂണർ വിശ്വസിച്ചിരുന്നത് പഠനം എന്ന് പറയുന്നത് ഒരു ആക്റ്റീവായിട്ടുള്ള പ്രോസസ്സാണ്. കുട്ടിയും വിഷയവും തമ്മിൽ നടക്കേണ്ട ഒരു പ്രോസസ്സാണ് പഠനം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇന്നത്തെ കാലത്തുള്ള സ്പൈറൽ കരിക്കുലം ആകെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു കരിക്കുല രീതിയാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതിക്കുള്ളത്. അതുകൊണ്ട് അത് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കുട്ടികൾ തന്നെ പഠിക്കണം, കുട്ടികൾ തന്നെ അത് സോൾവ് ചെയ്യാൻ മുന്നിട്ടിറങ്ങണം. അതാണ് ബ്രൂണർ അതിനു വേണ്ടിയാണ് പ്രധാനമായിട്ട് ബ്രൂണർ ഈ 2 അപ്രോച്ചസും മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ കുട്ടികൾക്ക് ഒരു വിഷയം ലഭിക്കുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ഒരു ആകാംക്ഷയും ഉണ്ടായിരിക്കും. അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്നറിയാനുള്ള ഒരു ആവേശം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് കുട്ടികൾ ഓരോ വിഷയം സോൾവ് ചെയ്യുന്നത് എന്ന് ബ്രൂണർ വിശ്വസിച്ചിരുന്നു. പിന്നെ ബ്രൂണർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യം നമ്മൾ സോൾവ് ചെയ്യുന്നത് അവർക്ക് അവരുടെ സ്വന്തം ജീവിതത്തിലും കൂടെ പ്രാവർത്തികമാക്കാവുന്ന രീതിയിലാണ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക. അത്രയും ക്ഷമയും പേഷ്യൻസ് വേണ്ട ഒരു കാര്യമായതുകൊണ്ട് കുറേ സമയമെടുത്ത് അവർക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അത് അവർക്ക് ജീവിതത്തിലും ഉപകാരപ്പെടും എന്നാണ് ബ്രൂണർ പറയുന്നത്.
ഇനി ഡിസ്കവറി അപ്രോച്ചസിന്റെ പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇതിലൊരുപാട് എറേഴ്സ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നല്ല ടൈം കൺസ്യൂമിങ് ആണ്. ടീച്ചേഴ്സ് പ്രധാനമായിട്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള റോൾ മാത്രമാണ് പ്ലേ ചെയ്യുന്നത്. കുട്ടികൾ സ്വന്തമായിട്ട് ഹൈലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കുക, അവരവരുടേതായ രീതികളിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനിടയിൽ അവർക്കുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ടോപ്പിക്കുകളെ കുറിച്ചിട്ട് അവർക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. പിന്നെ ഇത് സ്വന്തമായിട്ടുള്ള ബുദ്ധിവികാസത്തെയും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തെയും ഉണർത്തുന്ന ഒരു കാര്യമായിട്ടും ബ്രൂണർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്കവറി അപ്രോച്ചസിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞത് സ്വന്തമായിട്ട് കുട്ടികൾ ഒരു വിഷയത്തെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുന്നത്. ജർമ്മൻ ബ്രൂണറാണ് ജെറോം ബ്രൂണറാണ് ഈ ഒരു അപ്രോച്ച് മുന്നോട്ട് വെച്ചത്. ഇതിൽ സ്വന്തമായി കുട്ടികൾക്ക് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, ക്യൂരിയോസിറ്റി, ഹൈലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് പ്രോസസ്സാണ്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ബ്രൂണർ തന്നെ മുന്നോട്ട് വെച്ച വേറൊരു ടോപ്പിക്കാണ് ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇതിന്റെ പേരിൽ പറയുന്ന പോലെ തന്നെ ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ്, ഇറ്റ് മീൻസ് ഒരു എക്സ്റ്റേണൽ പേഴ്സന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാം. ഒബിയസ്ലി ആ എക്സ്റ്റേണൽ പേഴ്സൺ എന്ന് പറയുന്ന ടീച്ചറായിരിക്കും. അതായത് കംപ്ലീറ്റ്ലി ടീച്ചേഴ്സിന്റെ ഗൈഡൻസും ഹെൽപ്പോടും കൂടെ അവര് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാം എന്നതാണ് ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സിന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും ഇതെന്തൊക്കെയാണ് എന്നുള്ളത്. അത് ടീച്ചേഴ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികൾ അതേപടി അത് ചെയ്യുന്നു, റിസൾട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടോ, നമ്മളിപ്പോൾ ഫോളോ ചെയ്തു വരുന്നത് കൂടുതലും ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കുട്ടികൾ അത്ര ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസി ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ടീച്ചർക്ക് അറിയുന്ന കാര്യം ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് രീതിയാണ് ഉണ്ടായിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതിലൂടെ ഉണ്ടാകുന്ന ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം ടീച്ചർ തന്നെ സോൾവ് ചെയ്ത് കൊടുക്കും. ടീച്ചർ തന്നെ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുട്ടികൾ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾക്ക് നമ്മൾ എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ബുദ്ധി അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് കുറവായിരിക്കും. അവർ ചിന്തിക്കുന്നത് കുറവായിരിക്കും. ഓക്കെ, ചിന്തിക്കുന്ന രീതി കുറവായിരിക്കും. ടീച്ചേഴ്സ് പറയുന്നത് എന്താണോ അതുപോലെ തന്നെ സ്പൂൺ ഫീഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. സ്പൂൺ ഫീഡ് ചെയ്തിട്ട് അവർ മനസ്സിലാക്കി എടുക്കുകയാണ് ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ കൂടുതലായിട്ടും ഫോക്കസ്ഡ് ആയിരിക്കും, ടീച്ചേഴ്സിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്തെടുക്കാൻ അവർ തയ്യാറായിരിക്കും. ഇന്നത്തെ കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കുറേ അധികം കുട്ടികൾക്ക് ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രീതികളിൽ ഈ കോൺട്രിബ്യൂഷൻ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നല്ല എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്, സ്വന്തമായിട്ട് ഡിസ്കവറി അപ്രോച്ചസ് ആയിരിക്കും കൂടുതൽ അഭികാമ്യമായിട്ട് തോന്നുക. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് രീതി ആയിരിക്കും ഇതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുന്നത് കുട്ടികൾ സ്വന്തമായിട്ട് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഹൈലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതിലൂടെ നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിലൂടെ ഉണ്ടാകുന്ന എറേഴ്സിനൊക്കെ അവർ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ടീച്ചേഴ്സിന്റെ റോള് വളരെ കുറവാണ്. മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമാണ് ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്. വെൻ വി കമ്മിങ് ഓൺ ടു ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ്, ടീച്ചേഴ്സ് ആയിരിക്കും മെയിൻ ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നത്. ടീച്ചേഴ്സ് പറയുന്ന സ്റ്റെപ്പുകൾ അനുസരിച്ച് കുട്ടികൾ അത് ചെയ്യുന്നു. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ഒരു റെസ്പോൺസ് ടീച്ചേഴ്സിന്റെ കയ്യിലുണ്ടായിരിക്കും. അത് അവർ മനസ്സിലാക്കി കൊടുക്കും. കുട്ടികൾ അത് അതുപോലെ ഗ്രാസ്പ് ചെയ്തെടുക്കും. ഇത് രണ്ടുമാണ് ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസിനെ കുറിച്ച് പറയുന്നത്.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് അപ്രോച്ചസും പ്രധാനമായിട്ടും മുന്നോട്ട് കൊണ്ടുവന്നത് ജെറോം ബ്രൂണർ എന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. നമുക്കതൊരു ചിത്രമായിട്ട് മനസ്സിലാക്കുവാണെങ്കിൽ, ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുന്നത് കുട്ടികൾ ടീച്ചേഴ്സിന്റെ ഹെൽപ്പോട് കൂടെ, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ടീച്ചേഴ്സിന്റെ ഹെൽപ്പോട് കൂടെ കുട്ടികൾ അത് പഠിച്ചെടുക്കുന്നു. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലാന്റിന്റെ എല്ലാ പാർട്സും, അതായത് സ്റ്റെമ്മ്, ലീഫിന്റെ അറേഞ്ച്മെന്റ്, പീറ്റോള്, അതുപോലെ വീനേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുമ്പോൾ കുറേ അധികം സമയമെടുക്കും. അവരൊരുപാട് പുറമേയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവരിത് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണകൾ ടീച്ചറിനുണ്ടായിരിക്കും. ടീച്ചർ അത് കുട്ടികൾക്ക് അതേപോലെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് രണ്ടും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, ഡിസ്കവറി ആൻഡ് ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുന്നത്, ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ, സ്വന്തമായി പഠിച്ചെടുക്കുക. ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ ടീച്ചറുടെ സഹായത്തോടു കൂടെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.